നമസ്കാരം. ഇന്ന് നമുക്ക് ഈ വർഷത്തെ ലോഗോസ് ക്വിസിൻ്റെ ഭാഗമായ വിശുദ്ധ ബൈബിളിലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായത്തിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ശ്രദ്ധിക്കുക. ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്ലാസ്സിന് ശേഷം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് ഇടുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം: ആരാണ് ന്യായാധിപന്മാർ? കാനാൻ ദേശത്ത് പ്രവേശിച്ച് വാസമുറപ്പിച്ച ഇസ്രായേൽ ഗോത്രങ്ങളെ ജോഷുവയുടെ മരണത്തിനു ശേഷം സാവൂളിൻ്റെ മരണം വരെയുള്ള കാലഘട്ടങ്ങളിൽ ബാഹ്യ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്താൽ നിയുക്തരായവരാണ് ന്യായാധിപന്മാർ. ഒരിക്കൽ കൂടി, ആരാണ് ന്യായാധിപന്മാർ? കാനാൻ ദേശത്ത് പ്രവേശിച്ച് വാസമുറപ്പിച്ച ഇസ്രായേൽ ഗോത്രങ്ങളെ ജോഷുവയുടെ മരണത്തിനു ശേഷം സാവൂളിൻ്റെ മരണം വരെയുള്ള കാലഘട്ടങ്ങളിൽ ബാഹ്യ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്താൽ നിയുക്തരായവരാണ് ന്യായാധിപന്മാർ. രണ്ടാമത്തെ ചോദ്യം: ജോഷുവയുടെ മരണത്തിനു ശേഷം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ആരുടെ സന്നിധിയിലാണ് ആരാഞ്ഞത്? ഉത്തരം: കർത്താവിൻ്റെ. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: ജോഷുവയുടെ മരണത്തിനു ശേഷം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ആരുടെ സന്നിധിയിലാണ് ആരാഞ്ഞത്? ഉത്തരം: കർത്താവിൻ്റെ. മൂന്നാമത്തെ ചോദ്യം: യൂദായുടെ സഹോദരൻ ആരാണ്? ഉത്തരം: ശിമയോൻ. അത് 1-ാം അധ്യായം 3-ാം വാക്യത്തിലാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: യൂദായുടെ സഹോദരൻ ആരാണ്? ഉത്തരം: ശിമയോൻ. നാലാമത്തെ ചോദ്യം: കാനാന്യരോട് പോരാടാൻ ശിമയോൻ ആരോടൊപ്പമാണ് പുറപ്പെട്ടത്? ഉത്തരം: യൂദായോടൊപ്പം. അത് 1-ാം അധ്യായം 3-ാം വാക്യത്തിലാണുള്ളത്. നാലാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: കാനാന്യരോട് പോരാടാൻ ശിമയോൻ ആരോടൊപ്പമാണ് പുറപ്പെട്ടത്? ഉത്തരം: യൂദായോടൊപ്പം. അഞ്ചാമത്തെ ചോദ്യം: യൂദായും ശിമയോനും എത്ര പേരെയാണ് ബെസേക്കിൽ വെച്ച് പരാജയപ്പെടുത്തിയത്? ഉത്തരം: 10,000. അത് 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. അഞ്ചാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: യൂദായും ശിമയോനും എത്ര പേരെയാണ് ബെസേക്കിൽ വെച്ച് പരാജയപ്പെടുത്തിയത്? ഉത്തരം: 10,000. ആറാമത്തെ ചോദ്യം: ബെസേക്കിൽ വെച്ച് യൂദായും ശിമയോനും ആരോടാണ് യുദ്ധം ചെയ്തത്? ഉത്തരം: അദോണി ബെസേക്കിനോട്. അത് 1-ാം അധ്യായം 5-ാം വാക്യത്തിലാണ് ഉള്ളത്. ആറാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: ബെസേക്കിൽ വെച്ച് യൂദായും ശിമയോനും ആരോടാണ് യുദ്ധം ചെയ്തത്? ഉത്തരം: അദോണി ബെസേക്കിനോട്. ഏഴാമത്തെ ചോദ്യം: കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞത് ആരുടെ? ഉത്തരം: അദോണി ബെസേക്കിൻ്റെ. അത് 1-ാം അധ്യായം 6-ാം വാക്യത്തിലാണുള്ളത്. ഏഴാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞത് ആരുടെ? ഉത്തരം: അദോണി ബെസേക്കിൻ്റെ. എട്ടാമത്തെ ചോദ്യം: അദോണി ബെസേക്ക് എവിടെ വെച്ചാണ് മരിച്ചത്? ഉത്തരം: ജെറുസലേമിൽ. അത് 1-ാം അധ്യായം 7-ാം വാക്യത്തിലാണുള്ളത്. ഒരിക്കൽ കൂടെ എട്ടാമത്തെ ചോദ്യം: അദോണി ബെസേക്ക് എവിടെ വെച്ചാണ് മരിച്ചത്? ഉത്തരം: ജെറുസലേമിൽ. ഒൻപതാമത്തെ ചോദ്യം: ഹെബ്രോൻ പണ്ടറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഉത്തരം: കിര്യാത്ത് അർബ. ഒൻപതാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: ഹെബ്രോൻ പണ്ടറിയപ്പെട്ടിരുന്ന പേരെന്ത്? ഉത്തരം: കിര്യാത്ത് അർബ. അത് 1-ാം അധ്യായം 10-ാം വാക്യത്തിലാണുള്ളത്. പത്താമത്തെ ചോദ്യം: ഹെബ്രോണിൽ താമസിച്ചിരുന്ന കനാന്യരോട് യുദ്ധം ചെയ്തത് ആരാണ്? ഉത്തരം: യൂദാഗോത്രക്കാർ. അത് 1-ാം അധ്യായം 10-ാം വാക്യത്തിലാണുള്ളത്. ഒരിക്കൽ കൂടി പത്താമത്തെ ചോദ്യം: ഹെബ്രോണിൽ താമസിച്ചിരുന്ന കനാന്യരോട് യുദ്ധം ചെയ്തത് ആരാണ്? ഉത്തരം: യൂദാഗോത്രക്കാർ. അത്
1-ാം അധ്യായം 10-ാം വാക്യത്തിലാണുള്ളത്. അപ്പോൾ ഈ 10 ചോദ്യവും ഉത്തരവും ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാനിപ്പോൾ പിൻ ചെയ്ത് ഇടുന്നതായിരിക്കും. എല്ലാവരും കാണുക, പഠിക്കുക, പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു.